റാപ്പർ വേടനിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയ സംഭവത്തിൽ വനം മന്ത്രിയുടെ മലക്കം മറിച്ചിലിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി. മന്ത്രിയുടെ നിലപാട് മാറ്റം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്നുവെന്നാണ് ആക്ഷേപം. വേടന്റെ അറസ്റ്റ് ദൗർഭാഗ്യകരമായി പോയെന്നും വേടന് സാമൂഹികവും സാംസ്കാരികവുമായ പിന്തുണ വനംവകുപ്പ് നൽകുമെന്നുമായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. അതിനിടെ വേടനെതിരെയുള്ള നടപടിയിൽ വനംവകുപ്പ് ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, എന്താണ് വനം വകുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വേടന്റെ കേസിൽ സംഭവിക്കുന്നത്? ദിലീപ, വനം വകുപ്പ് മന്ത്രിയുടെ പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു മലക്കം മറിച്ചിലാണ് ഇത്തരത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഇത് അതൃപ്തി ഉണ്ടാവാനായി കാരണമായത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വനം വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണമാണ് ഒരുപക്ഷെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഇത്തരത്തിലൊരു അതൃപ്തി ഉടലെടുക്കാൻ കാരണമായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇന്നലെ പറഞ്ഞത് ഇത്തരത്തിൽ റാപ്പർ വേടൻ പുലിപ്പല്ല് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ നടപടി 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നൊരു കേസാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ നിയമ പ്രക്രിയകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്നാണ് പറഞ്ഞത്. ഇതിനിടയിൽ ഇന്ന് വനംവകുപ്പ് മന്ത്രി പ്രതികരിക്കുന്നത് അത് അത്തരത്തിൽ എടുത്തുചാടിയുള്ളൊരു തീരുമാനമായി പോയി. ആ നടപടികൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ വനംവകുപ്പിനുള്ളിൽ ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മന്ത്രിയുടെ 2 തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഒരുപക്ഷെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയത്. ഈ വിഷയത്തിൽ CPM നിലവിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് നിലവിൽ വനംവകുപ്പ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഭിന്നത ഈ വിഷയത്തിൽ ഉണ്ടാകാൻ കാരണമായത്. റാപ്പർ വേടന്റെ കയ്യിൽ നിന്നും ഈ കഞ്ചാവ് പിടിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പുലിപ്പല്ല് ഉണ്ടെന്നുള്ളൊരു വിവരം പുലിപ്പല്ല് വനംവകുപ്പ് കണ്ടെടുക്കുന്നത്. ഈ കഴുത്തിൽ കിടക്കുന്ന ഈ മാല പരിശോധിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒറിജിനൽ പുലിപ്പല്ലാണെന്ന് കണ്ടത്. ആ സമയത്ത് തന്നെ വേടനെതിരെ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. വളരെ പെട്ടെന്നാണ് ഈ നടപടിക്രമങ്ങളൊക്കെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും പൂർത്തിയാക്കുക. ഈ വിഷയത്തിൽ ഇന്നലെ റാപ്പർ വേടൻ ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിന് മുന്നിൽ നിന്ന് ഉദ്യോഗസ്ഥരെ പിന്നിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ തള്ളിക്കൊണ്ടൊരു നിലപാട് വനംവകുപ്പ് മന്ത്രി സ്വീകരിക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കാനാണ് കാരണമായത്. ഈ വിഷയത്തിൽ ഇനി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ഇന്ന് മന്ത്രി പ്രതികരിച്ചത്. ആ ഒരു പ്രതികരണം ഉദ്യോഗസ്ഥർക്ക് ഇടയിലൊരു ഭിന്നത ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ CPM സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ് ഈ വനംവകുപ്പ് മന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു ഉറപ്പില്ലാതെ വന്നതോടെയാണ് ഈ ഉദ്യോഗസ്ഥർ മാറി നിന്നുകൊണ്ടൊരു രീതിയിലേക്ക് കടക്കുന്നത്. ഈ വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. അതായത് ആരാണ്, ഏത് ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥ തലമാണ് ഇത്ര പെട്ടെന്ന് റാപ്പർ വേടനെതിരെ നടപടി എടുത്തിട്ടുള്ളത് എന്നൊരു തലത്തിലേക്ക് ഈ അന്വേഷണം പോകുന്ന ഒരു ഘട്ടവും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥർക്കിടെ തലയിൽ ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് CPMന്റെ നിലപാടിനൊപ്പം മന്ത്രി നിൽക്കുന്നു. ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലിമ. ശരി, ടിൻഡുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.